ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്കിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ എഴുതിയിട്ടുള്ളൊരു ലെറ്ററും പിന്നെ നമ്മുടെ വിൻ്റർ ഹോമിലൊരു ഓർഡർ ഉണ്ടായിരുന്നു, അതും പാക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെ പോവാം, പോസ്റ്റ് ഓഫീസിൽ സെൻഡ് ആക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. നമ്മളങ്ങനെ സെൻഡാക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രസ്സിൽ പോകണം, കുറച്ച് കാർഡ്സൊക്കെ പ്രിൻ്റ് എടുക്കാനുണ്ട്. പിന്നെ അതും കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങി. ഇനി നമുക്കൊരു നഴ്സറിയിലാണ് പോകാനുള്ളത്. എനിക്ക് കുറച്ച് പ്ലാന്റ്സൊക്കെ മേടിക്കണം. നമ്മളെ വീട്ടിൽ അങ്ങനെ അധികം പ്ലാന്റ്സ് ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പ്ലാന്റ്സ് വാങ്ങാമെന്ന്. ഇത് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മിക്ക പ്ലാന്റ്സും അവിടെ 100 റുപ്പീസ് 200 ആണ് മാക്സിമം, അങ്ങനെ ഉള്ള പ്ലാന്റ്സൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം നല്ല ബുഷിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 2-3 പ്ലാന്റ്സൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ കുറേ ട്രീസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റ്സൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ എനിക്ക് വഴിയിൽ നിന്ന് അപ്പൂസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൂസിൻ്റെ അങ്കിളുടെ മോനാണ് കേട്ടോ. അവന് ഇതിൻ്റെ തൊട്ടടുത്താണ് സ്കൂള്. അപ്പോൾ ഇവൻ അവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നതുകൊണ്ട് ഞാൻ അവനെയും തൂക്കി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇതുപോലൊരു വുഡൻ പീസ് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു ബെഞ്ച് ചെയ്യാം. എന്തായാലും പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയതല്ലേ, അത് വെക്കാൻ വേണ്ടിയിട്ടൊരു ബെഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതും പിന്നെ ഇതിൻ്റെ താഴെ വെക്കാൻ വേണ്ടിയിട്ട് 2 പീസസ് വേണം. ചക്കുവാണ് കേട്ടോ കട്ട് ചെയ്ത് തരണം. ഇതുപോലെ 2 പീസസ് നമ്മൾ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സൈസിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 3 പീസ് കട്ടാക്കിയായിരുന്നു, പിന്നെ നമ്മൾ 2 വെച്ചുള്ളൂ. പിന്നെ ഞാനിവിടെ എൻ്റെ ഫ്ലവേഴ്സിനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ജാറിൽ ആണ് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പ്ലാന്റ്സൊക്കെ ഫ്ലവേഴ്സൊക്കെ വെയിലായതുകൊണ്ട് അത്യാവശ്യം വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ വാങ്ങി. എനിക്കിങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീടിനകത്ത് എനിക്ക് എപ്പോഴും ഇങ്ങനെ പൂത്ത് നിൽക്കണം. പിന്നെ അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെയാണ് ഇവിടെ സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. കിച്ചണിലാണ് കേട്ടോ ഫ്ലവേഴ്സ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ബെഞ്ച് ചെയ്യാം. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് സ്ക്രൂ ടൈറ്റർ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബെഞ്ച് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പുറത്ത് കൊണ്ടുപോയി വെക്കാം. ഇങ്ങനെ അടിയിലൊരു ഒരു തടി കൂടെ വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ല സ്റ്റേബിളായിട്ടിരിക്കും. ഇതിപ്പോൾ അത്ര സ്റ്റേബിളല്ല. പിന്നെ ഈ ഒരു ചെയർ മാറ്റിയിട്ട് ഇവിടെ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. ആദ്യം നമ്മൾ അവിടെ വെച്ചു, അപ്പോഴത്തേക്കും ഭയങ്കര വെയിലാണ്. ചെടികളൊക്കെ കരിഞ്ഞ് പോകും തോന്നും, അത്രയ്ക്ക് വെയിലായിരുന്നു. പിന്നെ ഞാനതിനെ പിന്നീട് എടുത്ത് അകത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ ഫേൺ വന്നിട്ട് ഞാനൊരു വയലിൻ്റെ സൈഡിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഇത്രയും നാളായിട്ട് അത് കരിഞ്ഞൊന്നും പോയില്ല, നല്ല ഭംഗിയിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അത് ഇത്രയും നാൾ തണലത്തിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കരിയാത്തത്. അങ്ങനെ ഞാനിതിനെ വീടിനകത്ത് തന്നെ എടുത്തു വെച്ചു. നമ്മുടെ സിറ്റ് ഔട്ടിൽ തന്നെ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇത് പുറത്തിരുന്ന ശരിയാവില്ലെന്ന് തോന്നി. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡും കുഞ്ഞൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുഞ്ഞൊരു ഡാൻസൊക്കെ കളിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പിരിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ.